ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ പ്രകാശിന്റെ ഓപ്പറേഷൻ നടക്കുന്ന സമയമാണ്. അപ്പൊ ഡോക്ടർ പുറത്തിറങ്ങിയിട്ട് പറയുന്നുണ്ട്, അതെ ഓപ്പറേഷൻ തുടങ്ങാൻ പോകുക കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറാണ്. അത് കാണുന്നതും കിരണും കല്യാണിയും കാർത്തികം പറയുന്നുണ്ട്, ഞങ്ങൾ അവസാനമായിട്ടൊന്നും അച്ഛനെ കണ്ടോട്ടെ ഡോക്ടർ എന്ന് പറയാണ്. അയ്യോ അത് പറ്റത്തില്ല, ഓപ്പറേഷൻ വീട്ടിൽ ആരെയും കയറ്റാൻ പറ്റില്ല എന്ന് പറയാണ്. പുറത്തു നിന്നെങ്കിലും കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശരി കണ്ടോളാൻ പറയണം. അങ്ങനെ ആ ഒരു ഡോറിന്റെ ആ ഒരു റൗണ്ടിന്റെ ഉള്ളിൽ കൂടിയിട്ട് കല്യാണിയും കാർത്തിയും കൂടി തന്റെ അച്ഛനെ കാണാണ്. പ്രകാശനാണെങ്കിൽ ജീവൻ നിലനിർത്തിയിരിക്കുന്നത് ആ ഓക്സിജന്റെ ആ ഒരു മാസ്ക് കൂടി മാത്രമാണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. സ്വന്തമായിട്ട് ശ്വസിക്കാനോ വലിക്കാനോ ഒന്നും പ്രകാശന് സാധിക്കുന്നില്ല. അങ്ങനെ പ്രകാശന് ശ്വാസം എടുക്കുകയും ശ്വാസം വിടുക മാത്രം ചെയ്യുന്നു, വേറെ ഒരു ഇതും ഇല്ല കേട്ടോ. കല്യാണി പൊട്ടിക്കരയാണ്, കാർത്തികം പൊട്ടിക്കരയുന്നുണ്ട്. കല്യാണി പറഞ്ഞിട്ട്, ചേച്ചി ദേ ഇപ്പൊ അല്പസമയത്തിനുള്ളിൽ ഓപ്പറേഷൻ തുടങ്ങും, നമുക്ക് ഇവിടെ നിൽക്കേണ്ട ചേച്ചി, നമുക്ക് പോവാം, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാം, മനസ്സൊരുക്കി നമുക്ക് രണ്ടുപേർക്കും പ്രാർത്ഥിക്കാം. നമ്മളുടെ വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളി കേൾക്കും ചേച്ചി. നമുക്ക് അച്ഛന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയാത്ത അത്ര ഭാഗ്യദോഷികളായിട്ടുള്ള മക്കളൊന്നും അല്ല ഞങ്ങള്. നമ്മൾ എത്രയോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. പക്ഷെ നമ്മൾ ദൈവത്തിനോട് ഒന്നും തന്നെ ഇതുവരെ ശരിക്കും ആവശ്യപ്പെട്ടില്ലല്ലോ. നമുക്ക് ആദ്യമായിട്ട് ആവശ്യപ്പെടാം, നമുക്ക് നമ്മുടെ അച്ഛനെ വേണമെന്ന് ആവശ്യപ്പെടാൻ ചേച്ചി എന്ന് പറഞ്ഞിട്ട് കാർത്തിക കല്യാണിനെയും കൂട്ടിക്കൊണ്ട് കല്യാണി കാർത്തികനെ കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോകുക കേട്ടോ. ഞങ്ങൾ അമ്പലം വരെ പോകാൻ തൊട്ടടുത്തുള്ള അമ്പലമാണ്. കിരണേട്ട ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ശരിയാ, നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് പറയണം. അപ്പോഴേക്കും അവിടെ ലക്ഷ്മിയും ദീപയും കൂടി ഓടിയെത്തുന്നുണ്ട്. ലക്ഷ്മിയും ദീപയും കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ലക്ഷ്മി ദീപയും ചോദിക്കണ്ട്, ശരിക്കും എന്താ മോനെ പറ്റിയത് എന്ന് ചോദിക്കുമ്പോ കല്യാണി കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത് തന്നെയാ സംഭവിച്ചത്. ആ സ്റ്റെഫി ഉണ്ടല്ലോ, അന്ന് കാർത്തികൻ കല്യാണം കൂടി ഒരു പ്ലോട്ട് കാണാൻ വേണ്ടി ഒരു പെൺകുട്ടി കൂട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ, അവിടെ വെച്ചിട്ടാണല്ലോ വിക്രം അവന്റെ ഗുണ്ടകളും കൂടി കാർത്തികനെ കല്യാണിനും ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതെ അവര് തന്നെയാ ഇപ്പോഴും ഇതിന് പിന്നില്. ഉറപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ തന്നെ ആവാനാ ചാൻസ്. സ്റ്റെഫീനെയാണ് പെണ്ണ് കാണാൻ വേണ്ടി പോയത്, വൈദ്യരങ്ങളെ കൂട്ടിക്കൊണ്ടു പോയത്. പക്ഷെ സ്റ്റെഫി ആണെന്നൊന്നും പറഞ്ഞില്ല, മീനാക്ഷി എന്നാണ് പേര് പറഞ്ഞത്. അവര് പേര് പോലും തെറ്റായിട്ടാണ് പറഞ്ഞത്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ സ്റ്റെഫി ആണെന്ന് മനസ്സിലായത്. എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നിയതാണ്. പിന്നെ അവരുടെ സംസാരത്തിന് വലിയ കുഴപ്പം തോന്നാത്തതുകൊണ്ട് ഞാൻ ബൈജു അച്ഛനും കൂടി ഇറങ്ങുന്ന സമയത്താണ് രണ്ട് ഗുണ്ടകൾ ഒളിച്ചു നിൽക്കുമായിരുന്നു വീടിന്റെ പുറകിൽ. ഞങ്ങൾ പുറകു തിരിഞ്ഞ് വണ്ടിയിലേക്ക് കയറാൻ പോണ സമയത്താണ് എന്നെ കുത്താൻ വേണ്ടി അതിലൊരു ഗുണ്ട വലിയൊരു കത്തിയായിട്ട് ഓടി വന്നപ്പോഴേക്കും പെട്ടെന്ന് അച്ഛൻ അത് കാണുകയും അച്ഛനെ എന്നെ തള്ളി മാറ്റിയുമ്പോഴേക്കും ആ കത്തിയുടെ മുന കൊണ്ടത് അച്ഛന്റെ വയറിന്റെ ഉള്ളിലേക്കാണ്. പക്ഷെ കൊണ്ടത് വല്ലാത്ത ഒരു ആഴത്തിലേക്കായി പോയി. ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം അയാൾ കുത്തി. അതാണ് ഇത്ര പ്രശ്നം ഉണ്ടായത്. ഒരു പ്രാവശ്യം കുത്തിയെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അച്ഛനറിയാലോ കുറച്ച് പ്രശ്നങ്ങൾക്കുള്ള കരളും അതുപോലെ തന്നെ ഹൃദയമാണെങ്കിൽ 2-3 പ്രാവശ്യം പണി മുടക്കിയിട്ടുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും അച്ഛനുണ്ട്. പിന്നെ കാലിൽ സ്റ്റീലിട്ടിട്ട് അധിക ദിവസം ആയിട്ടില്ലല്ലോ, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇതും കൂടി ആയപ്പോഴേക്കും ആണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയത്. ഡോക്ടർ ഇപ്പൊ എന്താ പറയണത് ചോദിക്കുമ്പോ എനിക്കറിയില്ല, ഡോക്ടർ പ്രദേശക്ക് വകയില്ലെന്നൊക്കെയാ പറഞ്ഞത്. പറയുമ്പോ കാർത്തികയുടെ അമ്മയായ ലക്ഷ്മിയും ദീപയും കൂടി ഇങ്ങനെ പൊട്ടിക്കരയാട്ടോ. അപ്പൊ ലക്ഷ്മി പറയട്ടെ, കല്യാണി മോള് 100 വട്ടം പറഞ്ഞതാണ് അച്ഛൻ മാറി, അച്ഛനെ വിശ്വസിക്കുക, അച്ഛനെ സ്നേഹിക്കുക, ഉള്ള സമയത്ത് അച്ഛനെ സ്നേഹിക്കാൻ. പക്ഷെ ഞാനത് കേട്ടില്ല. കാരണം ഞങ്ങളുടെ കുടുംബജീവിതം അങ്ങനെ ആയിരുന്നല്ലോ മോനെ, അല്ലേ ദീപേ? അതെ ശരിക്കും പറഞ്ഞാൽ കല്യാണി ആയിട്ട് കിരൺ മോന്റെ കല്യാണം കഴിയണ വരെ 25 വർഷം അയാളായിട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് മോനെ. അതുകൊണ്ടൊക്കെ വെച്ച് നോക്കിയപ്പോഴാണ് ഞാനും അയാളെ വെറുത്തു പോയത്. ഓണത്തിന് സദ്യ കഴിക്കാൻ വേണ്ടി വന്നപ്പോ മനസ്സറിഞ്ഞൊന്നുമല്ല ഞാൻ വിളമ്പി കൊടുത്തത്, പ്രാഗിയ ഞാൻ ഫുഡ് വിളമ്പി കൊടുത്തത്. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ വിഷമം തോന്നുക എന്ന് പറയുമ്പോ കിരൺ പറയണ്ട, അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, കല്യാണി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ കാര്യം ഉണ്ടാകും. എനിക്കും അത് മനസ്സിലാവണമായിരുന്നു, ഞാനും മനസ്സിലാക്കിയില്ല. ഞാൻ ചെറുതായിട്ടൊക്കെ സ്നേഹിച്ചു തുടങ്ങിയതാണ്, പക്ഷെ ഇടയ്ക്ക് കുത്തുവാക്കുകൾ കൊണ്ട് ഞാനും വേദനിപ്പിക്കായിരുന്നു. അത് വേറൊന്നുമല്ല, കല്യാണി ഒരുപാട് പ്രാവശ്യം ദ്രോഹിച്ചാണല്ലോ. അങ്ങനെ സ്നേഹിക്കുന്ന സമയത്ത് ഇടക്കിടക്ക് ആ ഒരു ഓർമ്മ വരുമ്പോഴാണ് ഞാൻ ഇടയ്ക്ക് കുത്തുവാക്ക് പറയണത്. എന്നാലും എനിക്കും ഈ ഒരുപാട് സ്നേഹിക്കണമെന്നുണ്ട്, ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സ്നേഹിക്കണമെന്നുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ കല്യാണി കാർത്തിക അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കാട്ടെ, അച്ഛനൊരു ആപത്തും വരുത്തല്ലേ, എന്ത് വേണമെങ്കിലും ചെയ്യാവേ. അപ്പൊ കാർത്തിക പറയണ്ടേ കല്യാണി മോളെ നോക്ക്, എന്റെ മരണം എപ്പോ വേണമെങ്കിലും സംഭവിക്കാം, മോൾക്കറിയാലോ എനിക്ക് പല അസുഖങ്ങളും ഉണ്ട്. എന്റെ കരൾ അച്ഛനും സ്യൂട്ടാകും, ഉറപ്പായിട്ടും സ്യൂട്ടാകും. ഞങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണല്ലോ. ഭാഗ്യത്തിന് നമ്മുടെ 3 പെൺമക്കൾക്കും അച്ഛന്റെ സെയിം ബ്ലഡ് ഗ്രൂപ്പാ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ കരൾ സ്യൂട്ടാവെങ്കിൽ അച്ഛനെ കൊടുക്കാൻ മോളെ എന്ന് കാർത്തിക പറയുമ്പോ കല്യാണി പറയണ്ട, ചേച്ചി ഞാൻ ഈ കാര്യം ഡോക്ടറോട് പറഞ്ഞാണ്, ഞാൻ കൊടുക്കാം, കരൾ കൊടുക്കാന്ന്. പക്ഷെ ഡോക്ടർ സമ്മതിക്കുന്നില്ല, കാരണം അങ്ങനൊന്നും ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല എന്നാണ് പറയണത്. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാൻ ചേച്ചി, എനിക്ക് വിശ്വാസമുണ്ട് അച്ഛൻ തിരിച്ചു വരുമോന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ. ഓപ്പറേഷൻ കഴിയുമ്പോഴേക്കും കിരണും ലക്ഷ്മിയമ്മയും അതുപോലെ തന്നെ ദീപയും മാത്രം ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫ്രണ്ടിലുള്ള. അപ്പൊ ഡോക്ടർ പുറത്തിറങ്ങണം കാത്ത് നെഞ്ചടിപ്പോടെ ഇരിക്കുകയാണ് ഇവര് 3 പേരും. അങ്ങനെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കിരണും ലക്ഷ്മിയമ്മയും ദീപയും കൂടി ഓടി ഡോക്ടറിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാട്ടോ.
കിരൺ ചോദിക്കണ്ടേ എന്തായി ഡോക്ടറെ, എന്തായി അച്ഛൻ എങ്ങനെയുണ്ട്, എങ്ങനെയായി ഓപ്പറേഷൻ എങ്ങനെയായി ഡോക്ടർ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയണ്ട്, കിരൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ 1% ചാൻസ് പോലും ഇല്ല ഈ ഓപ്പറേഷൻ വിജയിക്കാൻ. ഓപ്പറേഷൻ കഴിഞ്ഞു, പക്ഷെ ഒരു പ്രതീക്ഷക്ക് ഒരു വകയില്ല, ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ്. പിന്നെ ഒരു കാര്യം പറയാം, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ കേട്ടോ എന്ന് പറയാണ്. ഡോക്ടർ എന്തൊക്കെയാ പറഞ്ഞത്, അറിയിക്കേണ്ടവരെ അറിയിച്ചോളാനാ. അപ്പോ അച്ഛനിനി ഇല്ല ഡോക്ടർ എന്ന് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു ശ്വാസനക്കം, അത് ആ ഓക്സിജന്റെ സഹായത്തോടെ മാത്രം, അത് എപ്പോ മാറ്റുന്നു അപ്പൊ ആ ശ്വാസം നിൽക്കും. എത്ര നേരം ഇനി വെന്റിലേറ്ററിൽ വെക്കും, നമുക്ക് നോക്കാം. എങ്ങാനും മരുന്നിനോട് പ്രതികരിച്ച് സ്വയം ശ്വാസം എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷൻ വിജയിച്ചു എന്ന് വിചാരിക്കാം. ഞാൻ മാത്രമല്ല, വേറെ 5-6 ഡോക്ടർമാരുണ്ട്, ഞങ്ങൾ 5-6 പേരും ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ തീരുമാനത്തിൽ എത്തിയത്. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം, ലോകത്ത് എവിടെ പ്രകാശിനെ കൊണ്ടുപോയാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. പിന്നെ മക്കളൊക്കെ എവിടെ പോയും ചോദിക്കുകയാണ്, അവര് അമ്പലത്തിൽ പോയിരിക്കുകയാണ്. ബ്ലഡിന്റെ ആവശ്യം ഇപ്പൊ തൽക്കാലത്തേക്കില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. എന്തായാലും ഒരു 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷ വേണ്ട, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം, താൻ പാതി ദൈവം പാതി എന്നാണല്ലോ, നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുക, ദൈവത്തിന്റെ ഭാഗം ദൈവം നോക്കിക്കോളും. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ചിലപ്പോ മരണത്തിൽ നിന്ന് പോലും തിരിച്ചു വരാം. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്ന, ഞാൻ തന്നെ എത്രയോ ഓപ്പറേഷനുകൾ ചെയ്തിരിക്കുന്ന ചില രോഗികൾ മരിച്ചു എന്ന് പറഞ്ഞ് വിധി എഴുതുന്ന ആ ഒരു സെക്കൻഡ് ആയിരിക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. എന്നിട്ട് അവര് 10-20 വർഷം സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കൈവിടരുത്, ദൈവവിശ്വാസം മുറുകെ പിടിക്കുക. നമ്മളെ മനുഷ്യനേക്കാളും കൂടെ ദൈവങ്ങൾക്കാണല്ലോ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഒന്ന് പോവാണ്. കാർത്തികയുടെ അമ്മ ലക്ഷ്മിയും അതുപോലെ തന്നെ ദീപയും കൂടി കെട്ടിപ്പിടിച്ച് കരയാട്ടോ, ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കാണണം മോനെ എന്ന് പറയാണ്. അമ്മ ഇപ്പൊ കാണിക്കില്ല, ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ, അണുബാധയൊക്കെ വന്നാൽ അതിനേക്കാളും പ്രശ്നവും, എങ്കിലും ഒറ്റ പ്രാവശ്യം കാണാൻ നമ്മൾ വേണ്ട അമ്മേ, നോക്ക് ഡോക്ടർ വഴക്ക് പറയും, നമുക്കിപ്പോ പ്രാർത്ഥിക്കാൻ മാത്രമേ വഴിയുള്ളൂ. അപ്പോഴേക്കും കല്യാണി കിരണിന്റെ മൊബൈലിലേക്ക് വിളിക്കുകയാണ്. ഈശ്വര, കല്യാണി വിളിക്കണ്ടേ, ഞാൻ അവൾക്ക് എന്ത് മറുപടിയാ പറയാ, പാവങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്, ശുഭവാർത്ത കേൾക്കാനായിട്ട് ഞാൻ എന്താ അമ്മ പറയാ എന്ന് ദീപ എടുത്തുമ്പോ ദീപ പറയണ്ട്, മോൻ പറ ഓപ്പറേഷൻ കഴിഞ്ഞു, ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, അങ്ങനെ പറയാണ്. അങ്ങനെ കിരൺ ഫോൺ എടുക്കണ്ട്. കല്യാണി ചോദിക്കണ്ട, എന്തായി കിരണേട്ട, ഓപ്പറേഷൻ കഴിയേണ്ട സമയമായല്ലോ, കിരണേട്ടൻ എന്താ വിളിക്കാത്തത്, ഓപ്പറേഷൻ കഴിഞ്ഞോ? കല്യാണി, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറച്ചു നേരമായി. എന്താ കിരണേട്ട, അച്ഛൻ എങ്ങനെയുണ്ട്? ഒന്നും പറയാനായിട്ടില്ല കല്യാണി എന്ന് പറയാണ്. നീയും കാർത്തിക ചേച്ചി പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ കാർത്തികയും കല്യാണിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, പ്രസാദമായിട്ടാണ് വരുന്നത്. കല്യാണി പറഞ്ഞിട്ട്, കിരണേട്ട എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ഈ പ്രസാദം അച്ഛനെ തൊട്ട് കൊടുക്കണം എന്ന് പറയാണ്. അയ്യോ കല്യാണി, നീ എന്തൊക്കെയാണ് പറയണത്, നമ്മൾ അതിനുള്ളിൽ കേറ്റു പോലും ഇല്ല, ഇവിടെ അമ്മമാരും കാണണമെന്ന് പറഞ്ഞു, നിങ്ങളും കാണണമെന്ന് പറഞ്ഞു, പ്ലീസ് കിരണേട്ട, എനിക്ക് ചന്ദ്രൻ തൊട്ടാതെ എനിക്കൊരു സമാധാനം ഇല്ല, എനിക്ക് എന്റെ അച്ഛനെ എന്തൊക്കെ വന്നാലും ഡോക്ടർമാരെ എതിർത്തിട്ടാണെങ്കിലും ഞാൻ ഈ പ്രസാദം അച്ഛന് തൊട്ട് കൊടുക്കും എന്ന് പറയാണ്. കല്യാണി, വേണ്ട കേട്ടോ കിരണേട്ട, ഞാനില്ലേ പറഞ്ഞത്, ഞാൻ ഡോക്ടറിന്റെ അനുവാദം മേടിക്കാൻ ഒന്നും നിൽക്കുന്നില്ല, ഞാൻ നേരെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കയറാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി എന്തൊക്കെ വന്നാലും എന്റെ അച്ഛനെ ജീവൻ തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ കയറാൻ പോകുന്ന ഭാഗമാണ്. ഇന്നറിയാം പ്രകാശൻ ജീവനോടെ തിരിച്ചു വരോ ഇല്ലയോ എന്നുള്ള ആ ഒരു മഹാസത്യം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ് കേട്ടോ, നല്ല അടിപൊളി എപ്പിസോഡ് ആയതുകൊണ്ടായിരിക്കും ഡിലേ ആവുന്നത്. അപ്പോൾ ഒറിജിനൽ എപ്പിസോഡ് ഉച്ചയ്ക്ക് മുമ്പ് വരാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ.